ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മെയിൻ ടോപ്പിക് ഇതാ ഇപ്പോൾ നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷനൊക്കെ വന്ന് നിൽക്കുന്ന നമ്മുടെ ALPയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പം നോട്ടിഫിക്കേഷൻ ഒരുപാട് വന്നല്ലേ, റെയിൽവേ പെട്ടെന്നാണ് എന്ത് വിളിച്ചത്, നോട്ടിഫിക്കേഷൻ നമ്മൾ പോലും വിചാരിക്കാണ്ട് പെട്ടെന്ന് വിളിച്ചു, ടൈം ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം എന്തായാലും ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഇപ്പം കറക്റ്റ് അല്ല ഡേറ്റ് എങ്കിൽ പോലും എന്തായാലും ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും നടക്കുന്നത്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നവംബർ ഡിസംബർ ടൈമിൽ നിങ്ങളുടെ റെയിൽവേയുടെ എക്സാംസ് നടക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി പഠിക്കണം. ഇനി എന്താണ്, ഇനി കളിക്കാനുള്ള ടൈമിൽ അല്ലെങ്കിൽ ഇനി ഒരു ലാഗ് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ വരരുത്. കാരണം പഠിക്കുന്ന കാര്യത്തിൽ സ്റ്റഡി ഇനി എന്തായിരിക്കണം, കൃത്യമായി പ്രോപ്പർ വേയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വരുന്നത് ALPയുടെ ഡേറ്റ് വരുന്ന ഒരു ടൈം ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 45 ഡേയ്സ്, ഒരു 48 ഡേയ്സ് ഉണ്ട്. എന്നാൽ പോലും 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 45 ഡേയ്സ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് ആ ഒരു ALP നിങ്ങൾ സ്കോർ ചെയ്യുമെന്നല്ല, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യാൻ ഈ ഒരു 45 ഡേയ്സ് നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു കാര്യം പറയാനാണ്. കാരണം ഒരു കൃത്യമായ ബേസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു രീതിയിൽ നിങ്ങൾ സെറ്റാണ്. കാരണം ഇത് എത്രയോ നേരത്തെ വിളിച്ചതാണ്, ജനുവരിയിൽ വിളിച്ച എക്സാമിനേഷനാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം ആ ഒരു ടൈം ഇൻ്റർവെൽ നിങ്ങൾക്ക് കിട്ടി, ഇത്രയും മാസത്തിൻ്റെ ഇൻ്റർവെല്ലിന് കിട്ടിയതിൻ്റെ ഇടയ്ക്ക് പഠിച്ചവർ കാണും, ഒരുപാട് പേര് എന്ത് ചെയ്ത് കാണും, ആ ബേസ് ഒക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് നല്ല ടൈം ബൗണ്ടഡ് ആയിട്ട് പഠിച്ച ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഒരു 45 ഡേയ്സും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടാർഗറ്റ് സ്കോറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സാം വരുന്നത് 25 to 29 നവംബറിലാണ് പറഞ്ഞിരിക്കുന്നത്. 4 ദിവസത്തിൻ്റെ ടൈമാണ് അവർ തന്നിരിക്കുന്നത്. ഇത് കാരണം തരാനുള്ള ഒരു മെയിൻ കാര്യം ഇതുപോലെ തന്നെയായിരുന്നു മുന്നേ ടയർ നമ്മുടെ 2018 വിളിച്ചിരുന്ന എക്സാമിനേഷൻ ആയാലും ഇതേ ഒരു പ്രൊസീജിയർ ആയിരുന്നു. പെട്ടെന്ന് വിളിക്കുന്നു, പെട്ടെന്ന് പ്രിലിംസ് കഴിയുന്നു, മെയിൻസ് കഴിയുന്നു, പോസ്റ്റിംഗ് ആവുന്നു, ആ ഒരു രീതിക്ക് പെട്ടെന്നായിരുന്നു പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ CBT 1 ഇപ്പോൾ ഈ ഒരു 4 ദിവസം തന്നാൽ നിങ്ങൾക്ക് സെൻറ്റേഴ്സ് ചിലപ്പോൾ എവിടെയൊക്കെ കാണും, ഈ നമ്മുടെ തമിഴ്നാട് ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് സെൻറ്റേഴ്സ് വരാം. നിങ്ങൾ എവിടെയൊക്കെയാണോ റീജിയൻ വെച്ചത് ആ റീജിയനിലെല്ലാം നിങ്ങൾക്ക് സെൻറ്റർ വരാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈം ഷെഡ്യൂളിൽ തന്നെ അവർ മാക്സിമം തീർക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പോൾ 25 to 29 നിങ്ങളുടെ എക്സാം വരുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോണം. ചിലപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം തന്നെ കിട്ടണമെന്നില്ല, നമുക്ക് പുറത്തോട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. റെയിൽവേ ആയതുകൊണ്ട് നിങ്ങളുടെ സോൺ അനുസരിച്ച് നമുക്ക് കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് തമിഴ്നാട് വരെയെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിങ്ങുകൾ ഇതുപോലത്തെ എക്സാമുകൾ നിങ്ങൾക്ക് എഴുതേണ്ടി വരും കേട്ടോ, പോയി എഴുതേണ്ടി വരും. അപ്പോൾ CBT 1 25-നും 29-നും ഇടയ്ക്കാണ് നടക്കാൻ പോകുന്നത്. കറക്റ്റ് പറഞ്ഞ ഒരു 48 ഡേയ്സ് ഉണ്ട്. നമുക്ക് ആ ഒരു ഡേ കൊണ്ട് എങ്ങനെ ഈ ഒരു എക്സാമിനേഷൻ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സ്കോർ ലെവലിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ടയർ 1 ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത്. അപ്പം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കുറച്ച് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിൽ അല്ലേ, 1x1 എന്ന് പറഞ്ഞ രീതിയിലാണ് മാർക്കിങ് പോകുന്നത്. x1 പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നെഗറ്റീവ് വരുന്നതെന്ന് പറയുന്നത് 1/3 ആണ്. 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകുമോ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻസ് തെറ്റുമ്പോഴേ 1 മാർക്ക് പോകുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. അപ്പം നെഗറ്റീവ്സ് ഒന്നും കൂടുതൽ വരാണ്ട് എങ്ങനെ കൃത്യമായിട്ട് കറക്റ്റ് ആൻസേഴ്സ് മാത്രം ചെയ്തു പോകാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നെഗറ്റീവ്സിലാണ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നത്, മാർക്ക് ബാക്കിലോട്ട് ആയി പോകണം. നമ്മുടെ നല്ല മാർക്കുള്ളത് നമ്മൾ ബാക്കിലോട്ട് ആവുന്നത് ഈ നെഗറ്റീവ്സ് കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ എക്സാംസ് ഒക്കെ ഇപ്പോഴേ മോക്കൊക്കെ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ, അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. മാത്തമെറ്റിക്സിന് 20 മാർക്ക്, അപ്പോൾ 25 മാർക്ക് റീസണിങ്ങിനാണ്. അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള റീസണിങ് തന്നെയായിരിക്കും, പക്ഷെ നിങ്ങൾ ഇതിനുള്ളിൽ സെറ്റായി കാണും. നിങ്ങളുടെ സീരീസ് ആയാലും ആ ഒരു ടൈം പാറ്റേൺ ആയാലും എല്ലാ രീതിക്കും ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും ഈ പറയുന്ന അസംഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ SSCയിൽ നിന്ന് കുറച്ച് മാറി നോക്കുകയാണെങ്കിൽ കുറച്ചധികം ടോപ്പിക്സുകൾ ഏതിലുണ്ട്, റീസണിങ് ടോപ്പിക്സിൽ നമ്മുടെ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സുകളും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്താൽ നിങ്ങൾക്ക് ഈസിയാണ്. റീസണിങ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പൊതുവേ ഈസിയാണ്. ആ ടൈമിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഈ പറയുന്ന 25 ക്വസ്റ്റ്യൻസിൽ 23 എബോവ് ക്വസ്റ്റ്യൻസ്, 23 മിനിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 2 ക്വസ്റ്റ്യൻസ് വല്ല നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ കാരണം മിസ്റ്റേക്ക് വരുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ആ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, കറണ്ട് അഫേഴ്സ് വെറും 10 മാർക്കേ ഉള്ളൂ. അപ്പോൾ GK സെക്ഷൻ കുറച്ച് വീക്കായവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കറണ്ട് അഫേഴ്സിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ്സോ അവാർഡ്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിരിക്കും കയറി വരുന്നത്. അതും പഠിച്ച് ജനറൽ അവയർനെസ്സിൽ GK ഒന്ന് ഓവറോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 10 മാർക്കിൽ ഒരു 5 മാർക്ക് അടുപ്പിച്ച് 5-ന് മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇനി വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. ഇപ്പം നമുക്ക് പറയുന്നത് 45 ഡേയ്സ് കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല, മുന്നേ സ്റ്റാർട്ട് ചെയ്തവരായിരിക്കണം. ഈ ഒരു മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചൊന്ന് നമ്മൾ ഡെപ്തിൽ പഠിക്കേണ്ട ഒരു സംഭവമാണ്. മാത്സ് എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം ബേസ് സെറ്റാക്കി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പല പല മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൻ്റെ ബേസ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളൊരു കാര്യം അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നേരത്തെ മാത്സ് ഒക്കെ അത്യാവശ്യം സെറ്റായി അത്യാവശ്യം നമ്മൾക്ക് ആ ഒരു തിയറി ബേസ് നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് PYQ സെക്ഷൻ മാത്രം അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, നല്ലൊരു മാർക്ക് ALPയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള 45 ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ആ ഒരു രീതിക്ക് തന്നെ എന്ത് ചെയ്യുക, ആ ഫ്ലോയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു 45 ഡേയ്സിൻ്റെ ശ്രമങ്ങൾ കൂടെ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങളിനി കൊടുത്താൽ മതി എന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ജനറൽ സയൻസ് വരുന്നത് 20 മാർക്ക്. അപ്പോൾ എടുത്ത് പറയുന്നുണ്ട് ജനറൽ സയൻസിൻ്റെ, റെയിൽവേക്ക് ജനറൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം നിങ്ങൾ വേറെ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ കൊമേഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡ് എടുത്താലും നിങ്ങൾക്ക് സയൻസിന് എന്ത് ചെയ്യണം, കുറച്ചെങ്കിലും നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. ഈ 20 മാർക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മൾ പലപ്പോഴും ജനറൽ സയൻസ് എന്ന് പറയുന്നത് SSC സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യമാണ്, നമ്മൾ പഠിക്കാത്ത ഒരു ഫീൽഡാണ്. പക്ഷേ ജനറൽ സയൻസിന് ഇവിടെ മുൻതൂക്കം ഉണ്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ആ 20 മാർക്കിൽ ഒരു 15-ന് മുകളിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് നിങ്ങൾ ഏകദേശം നല്ലൊരു സ്കോർ ലെവലിലെത്തും. റീസണിങ്, മാത്സ്, ജനറൽ സയൻസ് അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും ടൈമിനുള്ളിൽ നിങ്ങൾ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച് അത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സ്കോർ തന്നെ ലഭിക്കും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ തന്നെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ളത്. 75 മാർക്കിന് 75 ക്വസ്റ്റ്യൻസ്, 75 മാർക്കിന് എത്ര മണിക്കൂർ, 1 മണിക്കൂർ ടൈം, 60 മിനിറ്റ് ടൈമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പോൾ ആ ടൈം ബൗണ്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. റീസണിങ്ങിലൊന്നും നമുക്ക് 25 ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ഇനി വരുത്തരുത്. ഇനിയുള്ള ദിവസം നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എവിടെയാണോ നിങ്ങളുടെ പോരായ്മയാണെന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ളത്. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്കോർ ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി വെറുതെ കിടന്ന് നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി PYQ സെഷൻസും അതൊക്കെ അറ്റൻഡ് ചെയ്ത്, അപ്പോൾ നമുക്കറിയാം വാക്കൻസി വിളിച്ചിരിക്കുന്നത് 18,799 വാക്കൻസിയാണ് ആ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സ് അറിയാം. ഇപ്പോൾ CBT 1-ന്റെ ടയർ 1-ന്റെ ആണ് എന്ത് വന്നിരിക്കുന്നത്, ഡേറ്റ് വന്നിരിക്കുന്നത് 25-ാം തീയതി തൊട്ട് തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത്. CBT 2 വൈകാതെ തന്നെ ആ ഒരു ജനുവരി ഫെബ്രുവരി ടൈം ആകുമ്പോൾ തന്നെ അതും നടത്തും. അത് കഴിഞ്ഞ് എന്തുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, CBAT ടെസ്റ്റ്. പലർക്കും അറിയാത്തൊരു കാര്യം എന്താണ് CBAT ടെസ്റ്റ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നെങ്കിൽ അതൊരു സൈക്കോമെട്രിക്കൽ ലെവൽ ഓഫ് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ മെന്റൽ എബിലിറ്റി, നിങ്ങളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി, നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം, ഒരു പ്രോബ്ലം കിട്ടിയാൽ അതെങ്ങനെ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളൊരു ക്രൂഷ്യൽ സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റൽ എബിലിറ്റി എങ്ങനെയാണ് നിങ്ങൾ അവിടെ റിയാക്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുന്ന സൈക്കോമെട്രിക്കൽ ആയിട്ടുള്ള ടെസ്റ്റാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതെന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ആൻസർ, അവർ പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ആൻസർ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് പിന്നെ ഉള്ള കാര്യമാണ്. അതൊന്നും നമ്മളിപ്പോൾ ആലോചിച്ച് ടെൻഷൻ ആവേ വേണ്ട. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ്, CBT 1 ക്ലിയർ ചെയ്യുക. ആ 75 മാർക്കിൽ എത്രയാണോ ടാർഗറ്റ് സ്കോർ, ആ സ്കോർ നമ്മൾ എന്ത് ചെയ്യുക, റീച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ വൈകാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യിക്കോളും, ആ ഒരു ടൈം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈസി ആയിട്ട് ക്രാക്കായി പൊക്കോളും കേട്ടോ. അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഇത്രയും പ്രോസസ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, ഇത്ര വാക്കൻസി വിളിച്ചിട്ടുണ്ട്. CBT 1 നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് അത്യാവശ്യം, കാരണം CBT 2 എന്ന് പറയുന്നത്, ടയർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രേഡ് ബേസ് ആണ്. നിങ്ങൾ ഏത് ട്രേഡാണോ പഠിച്ചത് അതുപോലെ തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ടയർ 2 പാസ്സാവാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അത്യാവശ്യം നിങ്ങൾ ടെക്നോളജി ആ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് CBT 1 എന്ന് പറഞ്ഞൊരു ഹാർഡ്നെസ് മാത്രമേ ഇപ്പം ഫേസ് ചെയ്യാനുള്ളൂ. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫേസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ തന്നെ ശ്രമിക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉള്ളത് അറിയാലോ, A1 സ്റ്റാൻഡേർഡാണ്. മെഡിക്കലിൽ തന്നെ ഏറ്റവും പെർഫെക്റ്റ് സ്റ്റാൻഡേർഡാണ് നമ്മുടെ
ഒരു രീതിക്ക് നമുക്ക് എന്ത് വരാൻ പാടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. A1 സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അൾട്ടിമേറ്റ് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡാണ്. വിഷൻ പവർ കറക്റ്റ് ആയിരിക്കണം. എങ്ങനെയാണ് 6/6 ആണെന്ന് പറയുന്നത്, 6/6 വിഷൻ ആണ് പറയുന്നത് കേട്ടോ. അത് തന്നെ വിത്തൗട്ട് ഗ്ലാസ്സസ് ആണ്. എല്ലാ ടെസ്റ്റുകളും പാസ്സാവണം, എല്ലാ ഈവൻ അലർജിക് ടെസ്റ്റുകളിൽ നമ്മൾ പാസ്സായാൽ പോലെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ക്വാളിഫൈ ആവത്തുള്ളൂ. അത്രയും ക്രൂഷ്യലാണ് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പം അതൊന്നും ആലോചിക്കേണ്ട, നിങ്ങളുടെ ലക്ഷ്യം CBT 1 എന്ന് തന്നെ മനസ്സിലാക്കിക്കോളാം. റീസണിങ് വരുന്നുണ്ട്, നമുക്ക് മാത്സ് ടോപ്പിക്സുകൾ വരുന്നുണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, GK ഉണ്ട്. ഇത്രയും ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ നമുക്കുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഇനി ഇരുന്ന് കവർ ചെയ്താൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ നിങ്ങൾ വേണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് പറ്റും, 45 ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട്, ഒരു മാസം കൊണ്ട് ആദ്യത്തെ 1 മന്ത് പീരീഡ് എന്ന് എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾക്ക് കുറച്ച് സിലബസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കഴിയാൻ പറ്റത്തില്ല. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ അനലോഗീസ് നിങ്ങൾ ചെയ്തു നോക്കുക. അനലോഗീസിൻ്റെ ചാപ്റ്റർ ടെസ്റ്റ് എടുത്ത് ഒരു ദിവസം ഇരുന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതങ്ങ് വിടുക. പിന്നെ അതിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ക്ലാസിഫിക്കേഷൻ അറിയാമെങ്കിൽ വിടുക, കോഡിങ് ഡീകോഡിങ് അറിയാമെങ്കിൽ വിടുക. സീരീസ് നമുക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സീരീസിൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കിയെടുക്കുക. അത് നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 എബോവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് വരുമ്പോഴേ ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പോൾ സ്ക്വയർ റൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യൂബ് ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ *2 ആയിരിക്കാം, അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കാം, പ്രൈം നമ്പർ മൾട്ടിപ്പിൾസ് ആയിരിക്കാം. അങ്ങനെയൊക്കെ പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് കൃത്യമായിട്ട് ആദ്യമേ റിയലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള PYQ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്തിട്ട് ഇതാണ് ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ ശരിയാവും. അതുപോലെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ബോർഡ് മാസ് വെച്ച് ചെയ്യുന്നതാണ്. ബോർഡ് മാസ് കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കണം. അതെന്തായാലും ക്വസ്റ്റ്യൻ കാണും, അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ സില്ലോജിസം ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ അത്യാവശ്യം അറിയേണ്ട ടോപ്പിക്സ് ആണ്. ബ്ലഡ് റിലേഷൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് സഫിഷ്യൻസി എന്ന് പറയുന്ന ടോപ്പിക്കും, പിന്നെ ഈ ആർഗ്യുമെന്റ്സ് ആൻഡ് അസംഷൻ, ഈ സംഭവം ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതിന് മാത്രം നമ്മുടെ റെയിൽവേക്ക് വരുന്ന ഒരു അഡീഷണൽ ടോപ്പിക്ക് പോലെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റീസണിങ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പക്ഷെ നമ്മൾ റീസണിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്, നമ്മുടെ സ്പീഡാണ്. നമ്മൾ അറിയാമെന്നുള്ള ഒരു സംഭവം ആയതുകൊണ്ട് എന്തായാലും നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് കിട്ടാത്ത കാര്യമൊന്നുമല്ല. നമ്മൾ അത്രയും മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ആലോചിച്ചാൽ എന്തായാലും റീസണിങ്ങിൻ്റെ ആൻസേഴ്സ് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ ചെയ്തു നോക്കാം, അങ്ങനെ ചെയ്തു നോക്കാം, അങ്ങനെയൊക്കെ ചെയ്ത് ടൈം അവിടെ എന്ത് ചെയ്യും, ലാഗ് അടിക്കും. നമ്മൾ അത്രയും ടൈം അവിടെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നോക്കി ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ടൈം ടേബിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ആ ഒരു രീതിയിൽ മെത്തേഡിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, നിങ്ങൾ ഏത് പോർഷനാണോ വീക്കെന്ന് തോന്നുന്നത് ആ പോർഷൻ എടുത്ത് പഠിച്ചാലും മതി ഇനിയുള്ള ദിവസങ്ങളിൽ. എന്നും പറഞ്ഞ് നമ്മൾ ഒരു പോർഷൻ ചിലപ്പോൾ സ്ട്രോങ് ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി ബാക്കി വീക്ക് പോർഷൻ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ട്രോങ് ആയി നിൽക്കുന്നത് ചിലപ്പോൾ ഒന്ന് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ എത്രയൊക്കെ നോക്കിയാൽ നമുക്ക് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കൃത്യമായ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ സബ്ജക്റ്റും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോ ടോപ്പിക്സ് എടുത്ത് വെച്ച് നിങ്ങൾ ചാപ്റ്റർ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, മാത്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. മാത്സിൽ നമ്മുടെ എല്ലാ പോർഷൻസും കവറായി വരുന്നുണ്ട്. നമ്മുടെ അരിത്തമെറ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ് ടോപ്പിക്കും കവറായി വരുന്നുണ്ട്. അതുകൊണ്ട് മാത്സ് നമുക്ക് എന്തായാലും ഇനി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം ബേസ് എങ്കിലും ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ മോഡൽസുകൾ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ കേട്ടോ, ഇതെല്ലാം പൈപ്പ്, ടൈം ആൻഡ് വർക്ക്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇതൊക്കെ എല്ലാ എക്സാംസിനും വരുന്നതാണ്. ഇതിൽ ആദ്യമേ നിങ്ങൾ ബേസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമേ ബേസ് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണിത്. ഇതൊക്കെ എന്താണ്, ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാണ്ട് ഒരു എക്സാംസും ഇല്ലാന്ന് തന്നെ പറയാം. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടോ, അഡ്വാൻസ് പോർഷനിൽ നിന്ന് മെൻസുറേഷൻ വന്നു. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. എല്ലാ ദിവസവും നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ചെവരിലോ നിങ്ങളുടെ റൂമിലോ എവിടെയെങ്കിലും ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും അത് ഫോളോ അപ്പ് ചെയ്ത് പോകണം. നിങ്ങൾ ആ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ഓരോ ഇക്വേഷൻസ് വിട്ടുപോകരുത്. ഈവൻ ആൾജിബ്ര ആയിക്കോട്ടെ, നമ്മുടെ ട്രിഗണോമെട്രി ആയിക്കോട്ടെ, ആൾജിബ്ര ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഫീഡ് ആവണമെങ്കിൽ ഡെയിലി
നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട് മാത്സിൽ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചില മെത്തേഡ്സുകളുണ്ട്, ട്രിക്സുകളുണ്ട്. ആ ട്രിക്സ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഓർത്തിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് വിട്ടുപോകും. പിന്നെ നമ്മൾ നോർമൽ മെത്തേഡിൽ തന്നെ ചെയ്യേണ്ട അവസ്ഥ വരും. അത് ചിലപ്പോൾ കാൽക്കുലേറ്റീവായിട്ട് മാറും. എന്തായാലും എക്സാമിനേഷൻ വരുമ്പോൾ ഇപ്പം നമ്മളിപ്പം 20 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ നിന്നുള്ളതെന്ന് വിചാരിച്ചു. 20 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ 15 ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ബാക്കി 5 ക്വസ്റ്റ്യൻ എങ്കിലും അവർ എന്ത് ചെയ്യും, കുറച്ചൊന്ന് എന്ത് ചെയ്യും, കാൽക്കുലേറ്റീവ് ആക്കും. അത് നോർമലി എല്ലാ എക്സാംസിനും ചെയ്യുന്നതാണ്. ഒരു 3 or 4 ക്വസ്റ്റ്യൻസ് എങ്കിലും അവർ കാൽക്കുലേഷൻ കുറച്ച് കൂട്ടുന്ന രീതിക്കുള്ള എക്സാംസ് ആയിരിക്കും, എന്നുവെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ 15 മാർക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. ആ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ, LCM, ഡെസിമൽസ്, റേഷ്യോ, പെർസെൻറ്റേജ്. അരിത്തമെറ്റിക് തന്നെ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 above നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. പിന്നെ ഈ അഡ്വാൻസിൻ്റെ പോർഷൻസ് നിങ്ങൾ ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞ് അതിനെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു മാത്സിൽ ഒരു 20-ന് ഒരു 15 ക്വസ്റ്റ്യൻ എങ്കിലും മാക്സിമം നിങ്ങൾ, മാക്സിമം അല്ല ശരിക്കും പറഞ്ഞാൽ 18 എങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നല്ല പഠിക്കുന്നവർ ഉറപ്പായിട്ടും 18+ എന്ത് ചെയ്യുക തന്നെ ചെയ്യും. 2 ക്വസ്റ്റ്യൻ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ കാൽക്കുലേഷൻ കൊണ്ട് എന്തെങ്കിലും എന്ത് ചെയ്യുക, ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാൻ പറ്റാതെ വരികയുള്ളൂ. ബാക്കി എല്ലാവരും എല്ലാം ചെയ്യും. മാത്സ് റീസണിങ് ഒക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു റീജിയനാണ്. അത് നമ്മൾ അത്യാവശ്യം സെറ്റാക്കിയേ പറ്റുള്ളൂ. പിന്നെ ഇനി നമുക്ക് വരുന്നത് ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി, ലൈഫ് സയൻസ് എന്ന് പറഞ്ഞൊരു എന്ന് വെച്ചാൽ ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് റിലേറ്റഡ്, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എന്തിനെയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആ ഒരു ടോപ്പിക്കിനെ തന്നെയാണ് എപ്പോഴും കവർ ചെയ്ത് പോവേണ്ടത്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇതിൽ ഏതിന് വേണോ വെയിറ്റേജ് കൊടുത്ത് ഓരോ എക്സാംസിന് നോക്കും. ഇപ്പം 4 ദിവസം ഉണ്ട്. ആ 4 ദിവസവും ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ 2 എണ്ണത്തിനായിരിക്കാം കൂടുതൽ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം 3-നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ അത്യാവശ്യകതയാണ്. നമുക്ക് ഈ 20 മാർക്കിൽ നമുക്ക് 15 above വാങ്ങിക്കുക, 15+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ തന്നെ വിചാരിക്കണം. ജനറൽ സയൻസിൽ മാർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ വേറൊരു സ്ഥലമില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ സയൻസിൽ മാർക്ക് സ്കോർ ചെയ്യുക. ജനറൽ സയൻസ് ഇപ്പോഴും വീക്കായിട്ട് കാണുന്നവരാണെങ്കിൽ ഡെയിലി എന്ത് ചെയ്യുക, പ്രാക്ടീസ് സെഷൻസ് ചെയ്ത് തന്നെ പഠിക്കുക. PYQ സെക്ഷൻ അറ്റൻഡ് ചെയ്ത് പഠിക്കുക. ഫിസിക്സിലാണെങ്കിൽ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക. ഒരുപാട് അത്രയും ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നില്ലെങ്കിൽ പോലും അത്യാവശ്യമുള്ള സിമ്പിൾ മെത്തേഡ്സിലുള്ള എന്ത് വരും, പ്രോബ്ലംസ് വരും. അത് കൃത്യമായി പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ ഫിസിക്സിലും PYQ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയൂ. പിന്നെ GK നമുക്ക് ആകെ 10 മാർക്കിനേ ഉള്ളൂ. 10 മാർക്കിന് നമുക്ക് വരുന്നത് ചിലപ്പോൾ പൊളിറ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും. നമ്മുടെ സ്പോർട്സിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ റിലവൻറ്റ് ടോപ്പിക്കാണ്. ചിലപ്പോൾ നമ്മുടെ കറണ്ട് അഫേഴ്സിൽ പോലും കയറി വരാം. കറണ്ട് അഫേഴ്സിൽ ലേറ്റസ്റ്റ് ആയിട്ട് അവാർഡ് കിട്ടിയവർ, ലേറ്റസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ആരെങ്കിലും പത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള അവാർഡ്സോ അവരെഴുതിയ ബുക്കുകളോ അവർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന മിനിസ്ട്രിയൽ പദവിയോ അങ്ങനെ എന്ത് വേണോ ചോദിക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമുക്ക് ഇന്ത്യയെ പറ്റിയ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇപ്പോഴത്തെ മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണേഴ്സ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഗവർണേഴ്സ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്, സ്റ്റാറ്റിക് GK പോർഷൻസ് നിങ്ങൾക്കറിയാം. ഫെസ്റ്റിവൽസ്, ഡാൻസ്, ആ ഒരു സംഭവം ഉണ്ടല്ലോ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂസീഷ്യൻസ് എന്നൊക്കെ പറയുന്ന ഫീൽഡുകൾ, ഫെസ്റ്റിവൽ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ആ ഒരു ഫീൽഡ്, ആ സംഭവം എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ജസ്റ്റ് ഒന്ന് ഡാൻസും ഫെസ്റ്റിവലും മ്യൂസിക്കും, ഇത്രയും 3 സംഭവങ്ങൾ ചിലപ്പം സ്റ്റാറ്റിക് GK എന്ന് കവർ ചെയ്താൽ തന്നെ ധാരാളമാണ് നിങ്ങൾക്ക്. പിന്നെ എന്താണ്, അവാർഡ്സ് ആൻഡ് ഓണേഴ്സാണ് ഞാൻ പറഞ്ഞത്. ലേറ്റസ്റ്റ് ആയിട്ട് ആരെങ്കിലും മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ആരെങ്കിലും ന്യൂസിൽ എടുത്തറിയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. ആ ഒരു സംഭവം മാത്രമാണ് നോക്കേണ്ടത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ പറയണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും സയൻറ്റിഫിക്കലായിട്ട് എന്തെങ്കിലും പുതിയത് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ടെക്നോളജിക്കലി ആയിട്ട് നമ്മുടെ ഇന്ത്യ ഏതെങ്കിലും പുതിയ PSLV പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ISRO റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം റോബോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡിസ്കവറീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് വരുന്നത്. പിന്നെ എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ബാങ്ക് റേറ്റോ അല്ലെങ്കിൽ സെൻസസ് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ സെൻസസോ പോപ്പുലേഷൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവമായിരിക്കും വരുന്നത്. കണക്ക് എന്തെങ്കിലും ആയിരിക്കും വരുന്നത് കേട്ടോ. ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുക. പിന്നെ എന്താ വരുന്നത്, നമുക്ക് റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, റെയിൽവേയുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ പുതിയത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതേ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പം ഇങ്ങനെയൊക്കെയാണ് ജി കെയുടെയും ജനറൽ സയൻസിൻ്റെയും പോർഷൻസ് കവറായി വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ദിശ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഈ വിജയദശമി ടൈമാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത്രയും ദിവസം ഇനി പൂജയൊക്കെ വെച്ച് ആ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു എനർജി കിട്ടത്തില്ല, ഇനി പഠിക്കാൻ എന്നുള്ളൊരു എനർജി ചിലപ്പോൾ ആ ഒരു സമയത്തും പഠിക്കുന്നവർ കാണും. എന്തായാലും ആ ഒരു ടൈം കഴിഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പഠിക്കണം. അതായത് പെട്ടെന്ന് ഇത്രയും പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് കിട്ടിയ ഒരു ബുക്ക് അങ്ങനെ ഒരു രീതിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഓൺലൈൻ കോഴ്സ് ഇപ്പോൾ നിങ്ങളുടെ വിജയോത്സവം എന്ന് പറയുന്ന രീതിയിൽ നവരാത്രിയുടെ സ്പെഷ്യൽ ഓഫറായിട്ട് ഇപ്പോൾ ALP ടെക്നീഷ്യൻ എത്ര രൂപയ്ക്ക് കൊടുക്കുകയാണ്, 999 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് വിജയദശമിയായിട്ടുള്ള ആ ഒരു സെയിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓഫറായിട്ടാണ്, ഓഫർ പ്രൈസിലാണ് തരുന്നത്. അപ്പോൾ പഠിക്കണമെന്ന് ഇനിയും താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ALPയുടെ കോഴ്സ് എടുക്കുക. അതുപോലെ RPFനായാലും NTPCക്കായാലും GDക്കായാലും ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നവരാത്രി സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ കൃത്യമായിട്ട് പഠിക്കണമെന്നുള്ളവരാണെങ്കിൽ എല്ലാ ഫുൾ ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ഈവൻ 1 മന്ത് ആയാലും 3 മന്ത്സ് ടൈമിൻ്റെ വാലിഡിറ്റി ആയാലും 6 മന്ത്സ് വാലിഡിറ്റി ആയാലും നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ഒരു രീതിക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ദിശ അക്കാഡമിയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 മന്ത് പ്ലാനാണ്. നമുക്ക് 45 ഡേയ്സ് ഉണ്ട്. ആദ്യത്തെ ഒരു മാസം 30 ദിവസം നിങ്ങൾ എന്താണ് ഇനി സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ 30 ദിവസം നിങ്ങൾ ഒൺലി റിവിഷൻ ആൻഡ് PYQ വർക്കൗട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടും റിവിഷനും മാത്രം. ഇനി ഒന്നും പുതിയതായിട്ട് പഠിക്കാൻ നിൽക്കേണ്ട. പുതിയതായിട്ട് പഠിച്ചു തുടങ്ങിയാൽ പോലും നിങ്ങൾ തീരത്തില്ല. ആ ഒരു പോർഷനാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഒന്നും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടൈമില്ല. സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. പഠിക്കേണ്ടവരായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജനുവരി കഴിഞ്ഞിട്ട് ഇപ്പം മാർച്ചിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിലെങ്കിലും പഠിച്ചു തുടങ്ങി കാണും. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു 3 മന്ത്സ് ടൈമിലുള്ളിൽ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സിലബസ് കവർ ചെയ്തവരായിരിക്കും പകുതി പേര്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 45 ഡേയ്സ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മാസത്തെ പ്ലാൻ എന്തായിരിക്കണം, ഓൺലി റിവിഷൻ ആൻഡ് PYQ വർക്കൗട്ട് ആയിരിക്കണം. റിവിഷൻ മാത്രമേ ഇനി ചെയ്യാൻ നമുക്ക് ടൈമുള്ളൂ. എങ്ങനെ റിവിഷൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ടൈമിംഗ് എങ്ങനെയാണ്, ഒരു ഡെയിലി ഒരു 10 മണിക്കൂർ അത്ര സമയം ഇട്ടിട്ടുള്ളൂ. നമുക്ക് 24 മണിക്കൂറുള്ളതിൽ ആകെ 10 മണിക്കൂറാണ് നിങ്ങളടുത്ത് പഠിക്കാൻ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണോ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ 10 മണിക്കൂർ സ്റ്റഡിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു സ്റ്റഡി ടൈമിംഗ് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലെവൽ ഓഫ് എക്സാമിനേഷൻ മാർക്സ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ജനറൽ സയൻസിൽ ഡെയിലി 2 മണിക്കൂർ ജനറൽ സയൻസിനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കണം. രാവിലെ ഇപ്പം നിങ്ങൾക്ക് അത്രയും ബോറടിക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ രാവിലെയൊക്കെ ഫ്രഷ് ആയിട്ട് എണീക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, ആ സബ്ജക്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഏറ്റവും ഉറങ്ങി തൂങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാത്ത ടൈമിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സ് പോലത്തെ സബ്ജക്റ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ റീസണിങ് പോലത്തെ സബ്ജക്റ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു മെൻ്റലി നമ്മൾ കുറച്ചൊന്ന് എന്ത് ചെയ്യും, പ്രിപ്പയർഡ് ആവുക. അയ്യോ ഇങ്ങനെ ചെയ്യണമല്ലോ, കുറച്ച് ലോജിക്ക് ഉപയോഗിക്കേണ്ട കാര്യം വരുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു ടൈം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സ് റീസണിങ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാണ്ട് ഫ്രഷ് ആയിട്ട് നല്ല മൈൻഡോടെ ഇരിക്കുന്ന ടൈമിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എന്താണ്, ഭയങ്കര തിയററ്റിക്കൽ ബേസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കണം. ഈ ജനറൽ സയൻസ് പോലത്തെ സബ്ജക്റ്റുകളൊക്കെ രാവിലെ എണീറ്റ് ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി 2 മണിക്കൂർ അത് പഠിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ ബയോളജിയാണ് ഡെയിലി 2 മണിക്കൂർ പഠിക്കണമെങ്കിൽ നാളെ നിങ്ങൾ എന്ത് പഠിക്കുക, കെമിസ്ട്രി പഠിക്കുക. അടുത്ത പിറ്റേന്ന് എന്ത് പഠിക്കുക, ഫിസിക്സ് പഠിക്കുക. അതുപോലെ അടുത്ത ഈ പോലെ പറയുന്ന പോലെ 6 ഡേയ്സ്, ആകെ നമ്മൾ 7 ഡേയ്സ് വീക്ക് ഉണ്ടെങ്കിൽ അതിൽ സൺഡേ മാത്രം ഹോളിഡേ കൊടുക്കുക. മാക്സിമം നിങ്ങൾ സൺഡേ നിങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, നിങ്ങളെ കുറച്ച് റിലാക്സ് ചെയ്യുക. കാരണം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യവും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ രീതിക്ക് നിങ്ങളുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ടും അതിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടെന്നൊന്നും അല്ല പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം ഇടയിൽ എവിടെയെങ്കിലും ഷിഫ്റ്റ് ആയി പോയെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സൺഡേയിലേക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അടുത്തൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ചാണ്. നിങ്ങളുടെ പ്രയോറിറ്റി എന്തിലാണോ, നിങ്ങൾ കുറച്ചെങ്കിലും ബേസ് ഉള്ളവരാണെങ്കിൽ ആ ഒരു രീതിക്ക് പഠിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ടൈം ടേബിൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാമെന്ന് ഉറപ്പായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജനറൽ സയൻസിന് ഒരു ഡെയിലി 2 മണിക്കൂർ കൊടുത്താൽ മതി. 2 മണിക്കൂർ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം ഉണ്ട്, ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ഒന്നി കുറയ്ക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടൈം ഉള്ളവരാണെങ്കിൽ കൂട്ടാൻ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം ടൈം 2 മണിക്കൂറെങ്കിലും കൊടുക്കണം. ഓരോ സബ്ജക്റ്റിനും നമ്മൾ 2 മണിക്കൂർ നമുക്ക് ജസ്റ്റ് ഒരു എനഫ് എന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ടൈം ബൗണ്ട് അനുസരിച്ചിട്ടാണ് ഇത്രയൊരു ടൈം ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജനറൽ സയൻസ് ഡെയിലി 2 മണിക്കൂർ പഠിക്കുക. ഇന്ന് ബയോളജി ആണെങ്കിൽ നാളെ ഫിസിക്സ്, മറ്റന്നാൾ കെമിസ്ട്രി. ആ ഒരു രീതിക്ക് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ,
ആ കാര്യം ശ്രദ്ധിക്കുക. ജനറൽ സയൻസ് ഡെയിലി 2 മണിക്കൂർ പഠിക്കുക. 2 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒന്നേന്ന് ബുക്ക് എടുത്ത് വായിച്ച് പഠിക്കണമെന്നല്ല കാര്യം പറയുന്നത്. എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്യണം. ബയോളജി ആണെന്ന് പഠിക്കേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കണം. നിങ്ങൾക്ക് അറിയാമല്ലോ SSCയുടെ പല പല ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ പിനാക്കിൾ ആയാലും അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ YCTയുടെ തന്നെ SSC ടെസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. YCTയുടെ തന്നെ RRB ടെസ്റ്റുകളുണ്ട്. അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് കിട്ടുക നോക്കുക, ക്വസ്റ്റ്യൻസ് എടുക്കുക, ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയത്. അതിപ്പോൾ നമ്മൾ ALP മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നില്ല. ഇപ്പം NTPC ആയാലും RPF ആയാലും ഏത് എക്സാമിൻ്റെ ആയാലും ക്വസ്റ്റ്യൻസ് ചുമ്മാ വർക്കൗട്ട് ചെയ്ത് പോവുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആദ്യം ALPയുടെ ബേസിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടെ ആ ഒരു പോർഷനിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ജനറൽ സയൻസ് ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ മോക്ക് ചെയ്യുന്ന അറിയാലോ, ചാപ്റ്റർ വൈസ് ഉള്ള ടെസ്റ്റോ അല്ലെങ്കിൽ ബയോളജിയുടെ ടെസ്റ്റുകളോ. പക്ഷേ മാക്സിമം നിങ്ങൾ ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് അറിയാലോ യൂട്യൂബ് ചാനൽസുകളുണ്ട്. ആ ഒരു രീതിക്ക് എങ്ങനെയാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവരെ നോക്കിയിട്ട് ഹിന്ദിക്കാരായാൽ പോലും അവരുടെ ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബയോളജിയുടെ ആണെങ്കിൽ ബയോളജിയുടെ തന്നെ ഒരുപാട് ക്ലാസ്സസ് കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എല്ലാ കാര്യവും അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത GK ഡെയിലി 2 മണിക്കൂർ. GK ഡെയിലി 2 മണിക്കൂർ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരോ പല വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് അവാർഡ്സ് ആൻഡ് ഓണേഴ്സിൻ്റെ വീഡിയോസ് കിട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ പ്രൈസസിൻ്റെ നോബൽ പ്രൈസോ അല്ലെങ്കിൽ ഭാരതരത്നയോ അങ്ങനത്തെ അവാർഡ്സിൻ്റെ ഒക്കെ കിട്ടാറുണ്ട്. അത് നോക്കുക. ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ് 2024. നിങ്ങൾക്ക് നോക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 2023-24 ടൈം പീരീഡാണ്. ഓക്കെ, 2023-24 കറണ്ട് അഫേഴ്സ് ആയിരിക്കും മാക്സിമം വരുന്നത്. അതുവരെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക. ഡെയിലി എന്ത് ടോപ്പിക്ക് പഠിക്കുന്നോ അതെന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ നോക്കുക. അവസാനത്തെ 15 മിനിറ്റ് എങ്കിലും ഈ 2 മണിക്കൂറുള്ളിൽ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിൽ അഡീഷണൽ ഒരു 15 മിനിറ്റ് കൊടുത്ത് അത് റിവൈസ് ചെയ്യാനും കൂടെ നോക്കുക. മറന്നു വരുന്നത് അറ്റ് ദ എൻഡ് ഓഫ് വീക്ക്. ഇപ്പോൾ സാറ്റർഡേ നിങ്ങൾ ഒരു ദിവസം റിവൈസ് ചെയ്യാൻ മാത്രം ഉപയോഗിച്ചാൽ പോലും കുഴപ്പമില്ല. ആ ഫ്രൈഡേ വരെ പഠിക്കുക. ഈ ഒരു രീതിയിൽ പഠിച്ചു പോവുക. ഇത് ഫ്രൈഡേ വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ജനറൽ സയൻസ് ഡെയിലി 2 മണിക്കൂർ, GK ഡെയിലി 2 മണിക്കൂർ, റീസണിങ്ങിന് ഒരു 2 മണിക്കൂർ കേട്ടോ. റീസണിങ്ങിന് 2 മണിക്കൂർ, അതുപോലെ മാത്സിന് 2 മണിക്കൂർ. ഇതെല്ലാം റീസണിങ്ങിന് 2 മണിക്കൂർ, മാത്സിന് 2 മണിക്കൂർ കൊണ്ട് തീരുമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു പോകും. പക്ഷെ നമ്മൾ അത്രയും പഠിച്ചാൽ മതി. ഡെയിലി നിങ്ങൾ പറ്റുന്ന രീതിക്കുള്ള കാര്യം പഠിച്ചാൽ മതി. മാത്സ് ഒക്കെ 3 hours എടുത്ത് പഠിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കവർ ആവുന്നവരെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഓരോ ചാപ്റ്റർ ബേസ് ആയിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ ചാപ്റ്ററിൻ്റെ സെക്ഷൻ തന്നില്ലേ, സിലബസ് തന്നിട്ടില്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു 15 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അതിൻ്റെ 15 മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അല്ലാതെ ഒരു മോഡലിൻ്റെ തന്നെ കണ്ടിന്യൂസ് ചുമ്മാ ഇരുന്ന് ചെയ്യണമെന്നല്ല. ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻസ് ചെയ്യുക. വീണ്ടും അങ്ങനത്തെ പല പാറ്റേൺ. എന്നിട്ട് ആ പാറ്റേൺസ് നോട്ടിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതാണ് അതിൻ്റെ മെത്തേഡ് എന്ന് കൃത്യമായിട്ട് ടൈപ്പ് 1, ടൈപ്പ് 2 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. ഓരോ ടോപ്പിക്സിൻ്റെ ഓരോ പാറ്റേണും കൃത്യമായിട്ട് എഴുതി പോവുക. അപ്പോൾ മാത്സ് കൃത്യമായിട്ട് നിങ്ങൾ PYQ സെക്ഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി വേണമെങ്കിൽ 2 മണിക്കൂർ കൊടുക്കാം, അല്ലെങ്കിൽ 2 to 3 hours വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, അത് ചെയ്തിട്ട് മാത്സ് കൃത്യമായിട്ട് എഴുതി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാലേ നിങ്ങളുടെ മെമ്മറൈസിങ് അത്രയും കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ എന്താണ്? ഡെയിലി മോക്ക് അനാലിസിസ് ഒരു 2 മണിക്കൂർ. അത് എപ്പോഴാണ്? നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കിടക്കുന്ന ആ ഒരു ടൈം ആകുമ്പം മോക്കായിട്ട് തന്നെ ചെയ്യുക. ഇത്രയും സബ്ജക്റ്റിൻ്റെ ഹോൾ മോക്ക് ഉണ്ടല്ലോ, ALPയുടെ ഫുൾ മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് രാത്രിയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അനാലിസ് ചെയ്യണം. അനാലിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എവിടെയാണോ തെറ്റ് പറ്റിയത് അത് എഴുതി വയ്ക്കുക, ആൻസർ പഠിക്കുക, കിടക്കുക. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും സബ്ജക്റ്റ് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിതിൽ ഏതെങ്കിലും സ്ട്രോങ് ഫീൽഡാണ്, എൻ്റെ സ്ട്രോങ് ഫീൽഡാണ് ഇത്, അതുകൊണ്ട് ഞാൻ ഇത് ഇനി കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം എന്ന് ചിന്തിക്കരുത്. ദയവേത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എന്നാൽ നിങ്ങൾക്ക് ഫുൾ സബ്ജക്റ്റ്, നിങ്ങൾക്ക് ഉള്ള സബ്ജക്റ്റ് പോലും നിങ്ങൾ മറന്നു പോകുന്ന ഒരു ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് അറ്റ് ദ എൻഡ് പീരീഡിൽ നമുക്ക് ഈ ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് ഓട്ടോമേഷൻ ചെയ്യുമല്ലോ. ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ കീപ്പപ്പ് ചെയ്ത് പോവേണ്ട ഒരു ആവശ്യം ഏറ്റവും കൂടുതലുണ്ട്. പ്രത്യേകിച്ച് മാത്സ് ഒന്നും നിങ്ങൾ പകുതിക്ക് വഴി വെച്ച് ഉപേക്ഷിക്കാൻ പാടില്ല. മാത്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ. ഇപ്പം മാത്സ്
നല്ല രീതിക്ക് അറിയാമെന്ന് പറയുന്നവരാണെങ്കിൽ പോലും ലാസ്റ്റ് നിമിഷം നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ മെമ്മറി കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് എന്നും എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളെങ്കിലും മാക്സിമം മിനിമം നിങ്ങൾ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് പിന്നെ നിങ്ങളുടെ കൂടെ നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ്. ഇനി ഫൈനൽ 15 ദിവസം എന്ന് പറയുന്ന ഫൈനൽ 15 days എന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞു. ആ അവസാനത്തെ 15 ദിവസം കാണുമല്ലോ, ഒരു അടുത്ത മാസം 10-ാം തീയതി മുതൽ നിങ്ങൾ ഒരു 15 days കണക്കാക്കിയോ അല്ലെങ്കിൽ നിങ്ങളുടെ 15 days തൊട്ട് നിങ്ങൾ കണക്കാക്കിയോ, എങ്ങനെ ആയാലും അവസാനത്തെ 15 ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫുൾ ടെസ്റ്റ് മോക്ക്. വേറെ ഒന്നും പിന്നെ ഇനി പഠിക്കാൻ നിൽക്കരുത്. ഫുൾ ഡേ എന്ത് ചെയ്യുക, ഫുൾ ടെസ്റ്റ് മോക്ക് ചെയ്യുക, അതിൻ്റെ അനാലിസിസിങ് മാത്രം ചെയ്യുക. ഫുൾ ടെസ്റ്റ് മോക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ GK ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. GK ജനറൽ സയൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ഫുൾ ടെസ്റ്റ് മോക്ക്. ടാർഗറ്റ് സ്കോർ എത്ര കിട്ടുന്നവരെ 65, 75 മാർക്കാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. ആ 75-ൽ 10 മാർക്ക് കുറഞ്ഞ് ഒരു 65 മാർക്ക് കിട്ടുന്നവരെ നിങ്ങൾ കണ്ടിന്യൂസ് ആ 15 ദിവസവും, ഇപ്പോൾ ഒരു ദിവസം തന്നെ 3 മോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു 5 മോക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാലും 5 മോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടാർഗറ്റിൽ എത്തണമെന്ന് നോക്കുക. എപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം 60 കിട്ടിയുള്ളൂ, അടുത്ത് എക്സാം എഴുതുമ്പോൾ 63 കിട്ടാൻ നോക്കുക, അടുത്ത് എഴുതുമ്പോൾ 65 കിട്ടാൻ നോക്കുക. ആ ഒരു രീതിയിൽ എങ്ങനെയും അത് കുറയ്ക്കാണ്ട് മാക്സിമം കൂട്ടാനായിട്ട് നോക്കുക. കുറഞ്ഞു പോകാൻ ഇപ്പോൾ നമുക്ക് ചില എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ചില ഷിഫ്റ്റുകൾ പാടാണ്. അപ്പോൾ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റ് പറ്റാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, 65-ലേക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ മാർക്ക് 65-ന് മുകളിലെത്തിയത്, അതായത് ഒരു 66 എന്ന് പറഞ്ഞൊരു റേഞ്ചിൽ എത്തുന്നത്, ആ ഒരു ദിവസം മാക്സിമം നോക്കുക. നിങ്ങൾ 60-ന് തുടങ്ങുക, 60-ന് മാക്സിമം തുടങ്ങണം കേട്ടോ. 60 വരെയെങ്കിലും നമ്മൾ മേടിക്കണം, 60എങ്കിലും നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ആ ഒരു രീതിക്ക് പഠിക്കണം. ആ ഒരു രീതിക്ക് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. നമ്മുടെ കോമ്പറ്റീഷൻ ഒരുപാട് പേരുമായിട്ടാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് കുഞ്ഞ് ഏരിയ അല്ല, നമ്മുടെ ഇന്ത്യ മൊത്തം ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല, നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ 60 മാർക്കെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കണം. ദിവസം നിങ്ങളിപ്പോൾ 5 മോക്ക് ചെയ്തു, പക്ഷെ 5 മോക്ക് ചെയ്തിട്ടും എനിക്ക് 60 കൂടുതൽ മാർക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾ ചെയ്യുന്നതിൽ യൂസ് ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അഥവാ നിങ്ങളിപ്പം ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്തു 3 മോക്ക് ചെയ്തിട്ടും 65-ൽ എത്തുന്നില്ല, അങ്ങനെയാണെങ്കിൽ ആ ഒരു അനാലിസിസിങ് കൃത്യമായിട്ട് ചെയ്യുക. അനലൈസ് ചെയ്യുക മാർക്സ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് മാർക്ക് കുറഞ്ഞതെന്ന് നോക്കുക. എന്നിട്ട് ഏത് സെക്ഷനാണോ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ ആ ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് ചെയ്യുക. എവിടെയാണോ മാർക്ക്, ഇപ്പോൾ ജനറൽ സയൻസ് ആണ് നിങ്ങൾക്ക് കുറഞ്ഞ, ആ ജനറൽ സയൻസിൽ എനിക്ക് ഫിസിക്സിൻ്റെ ഏരിയ ആണ് എനിക്ക് മാർക്ക് കുറഞ്ഞെന്ന് തോന്നിയാൽ അന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ 65 എന്ന് പറഞ്ഞൊരു സ്കോറിന് മുകളിൽ എത്തിയില്ല, 66 എന്ന് പറഞ്ഞൊരു മാർക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണോ തെറ്റ് പറ്റിയത്, അത് ഈവൻ റീസണിങ് ടോപ്പിക് ആയിക്കോട്ടെ, മാത്സ് ടോപ്പിക് ആയിക്കോട്ടെ, ജനറൽ സയൻസ് ആയിക്കോട്ടെ, അതായിക്കഴിഞ്ഞാൽ പോലും GK ആണെങ്കിൽ നമുക്ക് വിടാം. കാരണം GK നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈവൻ നമുക്ക് ബാക്കി 3 സബ്ജക്റ്റിനെ നമുക്ക് നോക്കാം. ആ സബ്ജക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ, 66-ൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ മോക്ക് അവിടെ വെച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു മാർക്കിൻ്റെ ആ ഒരു ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് നടത്താനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് യുവർ മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്ക് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് പോയിട്ടേ കാര്യമുള്ളൂ. എനിക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് ഇവിടെയാണ്, ഞാൻ ടൈമിനുള്ളിൽ എഴുതി തീർക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആ ഒരു പാറ്റേൺ എനിക്ക് മനസ്സിലാവുന്നില്ല, ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിട്ട് അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം, അതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ മൈൻഡിൽ പ്രോസസ്സ് ആവേണ്ടത്. ഇനിയുള്ള ആ ഒരു ലാസ്റ്റ് 15 ഡേയ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ ആ 15 ദിവസത്തിനുള്ളിൽ 65-ന് മുകളിൽ എന്തായാലും ഉറപ്പായിട്ട് മേടിക്കും. ഏതെങ്കിലും ഒരു 2 or 3 days എങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും 70 അടുപ്പിച്ച് നിങ്ങളുടെ മാർക്ക് എത്തും. ആ ഒരു രീതിക്ക് തന്നെ, ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. ഇത് വെറുതെ ചുമ്മാ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യമല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, എവിടെയാണ് നിങ്ങൾ തിരുത്തേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും കൃത്യമായിരിക്കണം. അല്ലാതെ നമ്മൾ എപ്പോഴും ഒരിക്കലും ബൗണ്ടറിയിൽ നിന്ന് തുടങ്ങരുത്. എനിക്ക് 60 കിട്ടിയാലും ഞാൻ കയറും, അല്ലെങ്കിൽ 59 കിട്ടിയാൽ ഞാൻ കയറും, എനിക്ക് അതുവരെ എത്തിയാൽ മതി, അങ്ങനെ വിചാരിക്കരുത്. എപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയരെ ആയിരിക്കണം. മുകളിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിൻ്റെ അടുത്തെങ്കിലും നമ്മൾ എത്തത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക. എവിടെയാണോ മിസ്റ്റേക്ക് പറ്റുന്നത്, മാത്സ് പോർഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് മാത്സിൽ തെറ്റുപറ്റി, ഏത് പാറ്റേൺ, ഏത് ചാപ്റ്ററിലാണ് തെറ്റുപറ്റി, ആ ചാപ്റ്റർ ടെസ്റ്റ് അന്ന് ദിവസം മൊത്തവും ആ ചാപ്റ്ററിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക. പല മെത്തേഡ്സ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇപ്പം നമ്മളിപ്പോൾ
ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലല്ല ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ച് കയറണമെന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. അപ്പം നിങ്ങളിപ്പം നിങ്ങൾക്കറിയാലോ ഹിന്ദിക്കാരിൽ തന്നെ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ ആദിത്യ രഞ്ജൻ ആയിക്കോട്ടെ, ഇപ്പം നമുക്ക് വേറൊരാളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറഞ്ഞില്ല, എന്നാൽ പോലും അവരുടെ ക്ലാസ്സസിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് കണ്ടന്റ് തരുന്നുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് PYQs തരുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആദ്യനായാലും ബാക്കി നമ്മുടെ ഗഗൻ പ്രതാപ് അങ്ങനത്തെ പലരുടെയും ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക, ചാപ്റ്റർ ടെസ്റ്റുകൾ അനലൈസ് ചെയ്യുക. അതായത് അവർ ഓരോ പോർഷൻ എടുത്തിട്ടല്ലേ ചെയ്യുന്നത്, ഓരോ ചാപ്റ്റേഴ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ പല പല പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ചെയ്യും. നിങ്ങൾ അവരുടെ നോക്കി പഠിക്കണമെന്നല്ല, നിങ്ങളുടെ മെത്തേഡ്സ് ഉപയോഗിച്ച് ആ ക്വസ്റ്റ്യൻസുകൾ ചെയ്തു പോവുക. ആ ഒരു കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ തന്നെ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഉറപ്പായിട്ടുമാണ് പറയുന്നത്, 66 എന്ന് പറഞ്ഞൊരു സ്കോറിലെങ്കിൽ നിങ്ങൾ എത്തിക്കാനായിട്ടാണ് നിങ്ങളുടെ ശ്രമങ്ങൾ തുടങ്ങേണ്ടത്. ഫൈനൽ ഡേയിൽ നിങ്ങൾ എത്രയിലെങ്കിലും എത്തണം, 70 എന്ന് പറഞ്ഞൊരു മാർക്കിലേക്ക് എത്തണം. 5 മാർക്ക് 5 ക്വസ്റ്റ്യനൊക്കെ തെറ്റിയാൽ മതി. ആ ഒരു രീതിക്ക് ആലോചിക്കണം കേട്ടോ. ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടാത്ത ഏറ്റവും വലിയ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് 45 ദിവസമുണ്ട്. അത് കുഞ്ഞു ദിവസമല്ല, അത് നല്ല ദിവസങ്ങളാണ്. ഇനിയുള്ള ഇപ്പം നമ്മൾ പൂജ ഹോളിഡേയ്സ് മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു 40 days ടൈം പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ പോട്ടെ 1 മാസം ടൈമുണ്ട്. ആ 1 മാസം ടൈം കൊണ്ട് നിങ്ങൾ കൃത്യമായ രീതിയിലാണ് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ALP ടയർ 1 പാസ്സാവാൻ തന്നെ പറ്റും. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് നല്ല കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പാറ്റേൺ ഫോളോ ചെയ്ത് പഠിക്കാം. എന്തായാലും നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ്, നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് നിങ്ങൾക്കാണ് അറിയാന്നുള്ളത്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ടയർ 1 പാസ്സാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും പാസ്സാവട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.